എല്ലാ പ്രിയ വിദ്യാർത്ഥിനികൾക്കും പുതുവീടിലേക്ക് സ്വാഗതം. SLC പബ്ലിക് എക്സാം റിസൾട്ട് 2025 റിസൾട്ട് നാളെ പ്രസിദ്ധീകരിക്കും. അപ്പോൾ പല വിദ്യാർത്ഥികളും ചോദിക്കുന്ന ഒരു സംശയം തന്നെയാണ്, 40 മാർക്കിൻ്റെ എക്സാമിലും അതുപോലെ തന്നെ 80 മാർക്കിൻ്റെ എക്സാമിലും ജയിക്കാൻ എത്ര മാർക്കാണ് ഒരു വിദ്യാർത്ഥി അല്ലെങ്കിൽ വിദ്യാർത്ഥിനി എഴുതിയെടുക്കേണ്ടതെന്നുള്ളത്. 2 4 അതിപ്പം 40 മാർക്കിൻ്റെ എക്സാമിൽ 2 മാർക്ക് കിട്ടിയാലൊക്കെയോ 80 മാർക്കിൻ്റെ എക്സാമിൽ 4 മാർക്കൊക്കെ കിട്ടിയാൽ ജയിക്കുമോ? പല വിദ്യാർത്ഥികളും ചോദിക്കുന്ന സംശയമാണ്. വിശദമായ അപ്ഡേറ്റിലേക്ക് പോകുന്നതിന് മുമ്പ് ആദ്യമായിട്ട് ഈ ചാനൽ കാണുന്ന വിദ്യാർത്ഥി ഉണ്ടെങ്കിൽ തീർച്ചയായും മറക്കണ്ട സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ പ്രത്യേകം ശ്രദ്ധിക്കാം. സബ്സ്ക്രൈബ് ചെയ്തതിന് നോട്ടിഫിക്കേഷൻ ബെല്ലുകൾ ഓപ്ഷൻ എനേബിൾ ചെയ്യുക. ചാനലിലെ വീഡിയോസ് നിങ്ങൾക്ക് ഉപകാരപ്രദമാകുന്നുണ്ടെങ്കിൽ തീർച്ചയായും ലൈക്കും കൂടി ചെയ്യുക. അതുപോലെ നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കാനും കൂടി പ്രത്യേകം ശ്രദ്ധിക്കാം. അതുപോലെ നമ്മുടെ ചാനൽ വാട്സപ്പ് ചാനൽ ജോയിൻ ചെയ്യാൻ ലിങ്ക് നിങ്ങൾക്ക് വീഡിയോ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നൽകുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് നേരെ വളരെ പ്രധാനം അറിയിക്കുന്ന വാർത്തയിലേക്ക് തന്നെ കിടക്കാം. SLC പബ്ലിക് എക്സാം 2025 റിസൾട്ട് നാളെ വൈകുന്നേരം 3 മണിക്ക് PRD ചേംബറിൽ വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി V ശിവൻകുട്ടി നാളെ പ്രസിദ്ധീകരിക്കും. അപ്പോൾ വിദ്യാർത്ഥികൾക്ക് 4 മണി മുതലാണ് ഔദ്യോഗിക വെബ്സൈറ്റുകളിൽ പ്രിയ വിദ്യാർത്ഥിനികൾ നിങ്ങളുടെ റിസൾട്ട് ലഭ്യമാകുന്നത്. അങ്ങനെ വരുമ്പോൾ 40 മാർക്കിൻ്റെ എക്സാമിൽ എത്ര മാർക്ക് വേണം ജയിക്കാൻ, അതുപോലെ തന്നെ 80 മാർക്കിൻ്റെ എക്സാമിൽ എത്ര മാർക്ക് വേണം ജയിക്കുക എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. 40 മാർക്കിൻ്റെ എക്സാമിൽ ഒരു വിദ്യാർത്ഥിക്ക് 12 മാർക്കാണ് വേണ്ടത്. ആ 12 മാർക്കിൽ എന്ത് ചെയ്യും? 10 മാർക്ക് ഒരു അധ്യാപകൻ CE ആയിട്ട് നൽകും. പിന്നീട് 2 മാർക്ക് കിട്ടുമ്പോൾ ജയിക്കും. അത് പറഞ്ഞ പോലെ തന്നെ 80 മാർക്കിൻ്റെ എക്സാമിൽ 24 മാർക്കാണ് ഒരു വിദ്യാർത്ഥിക്ക് ജയിക്കാൻ വേണ്ടത്. 20 മാർക്ക് ഒരു അധ്യാപകൻ CE മാർക്കായിട്ട് നൽകും. അങ്ങനെ വരുമ്പോൾ 4 മാർക്ക് കിട്ടിയാൽ ജയിക്കും എന്ന് വെച്ച് വിദ്യാർത്ഥികൾ 2 മാർക്കോ 4 മാർക്കോ ഒന്നും പ്രെഡിക്റ്റ് ചെയ്ത് വെക്കരുത്. കാരണം ഇത് അധ്യാപകൻ അപ്പോൾ 40 മാർക്കിൻ്റെ എക്സാമിൽ 12, 80 മാർക്കിൻ്റെ എക്സാമിൽ 20 മാർക്കും തന്നെ കൃത്യമായി CE തന്നാൽ മാത്രമേ എന്ത് ചെയ്യുള്ളൂ, നിങ്ങൾക്ക് 2, 4 കിട്ടിയാൽ നിങ്ങൾ പാസ്സായി പോവുള്ളൂ. ഈ CE മാർക്ക് ഫുള്ള് കിട്ടണമെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം? കൃത്യമായി ക്ലാസ്സിൽ കയറണം, കൃത്യമായി നോട്ട് വെക്കണം, അസൈൻമെൻറ്റ് ചെയ്യണം. നിങ്ങളുടെ സ്വഭാവം, നിങ്ങളുടെ മുൻ പരീക്ഷകളിലെ ക്രിസ്മസ്, ഓണപരീക്ഷ, ക്രിസ്മസ് പരീക്ഷ, നിങ്ങളുടെ മോഡൽ പരീക്ഷ എന്നിങ്ങനെ എല്ലാ ഈ മാർക്കുകളും ഈ കാര്യങ്ങളൊക്കെ നോക്കിയിട്ടാണ് നിങ്ങളുടെ CE മാർക്ക് എന്ത് ചെയ്യുന്നത്. 40 മാർക്കിൻ്റെ എക്സാമിൽ 10 മാർക്കും 80 മാർക്കിൻ്റെ എക്സാമിൽ 20 മാർക്കും നിങ്ങൾക്ക് ഇടുന്നത്. അപ്പം അങ്ങനെ വരുമ്പോൾ 2 മാർക്കും 4 മാർക്കും കിട്ടിയാൽ ജയിക്കും. പക്ഷേ 40 മാർക്കിൻ്റെ എക്സാമിൽ 10 മാർക്കും 80 മാർക്കിൻ്റെ എക്സാമിൽ 20 മാർക്കും നിങ്ങൾക്ക് എന്ത് ചെയ്യണം? CE മാർക്ക് കിട്ടിയിരിക്കണം. എല്ലാ വിദ്യാർത്ഥികളും ചിലപ്പോൾ 8 7 ഒക്കെ കിട്ടുകയുള്ളെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം? കൂടണം. നിങ്ങൾക്കൊരു എന്തായാലും നിങ്ങൾ SLC പരീക്ഷയാണ്, നിങ്ങൾ അത്യാവശ്യം നിങ്ങളെക്കൊണ്ട് കഴിവിൻ്റെ പരമാവധി നിങ്ങൾ എന്തായാലും പഠിച്ചിട്ടുണ്ടാകും. അപ്പോൾ നിങ്ങൾക്ക് എന്തായാലും ഇപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? നമ്മളിപ്പോൾ എത്ര വലിയ പരീക്ഷയായാലും നമ്മൾ കുറേ കാര്യങ്ങൾ പഠിക്കണം. ഇപ്പോൾ പരീക്ഷ നടത്തുന്നതിന് എന്തിനാണ് നമ്മൾ എന്ത് ചെയ്യണം? നമ്മൾ എത്രത്തോളം പഠിച്ചു, ഈ ഒരു വർഷം നിങ്ങൾക്ക് ക്ലാസ് എടുത്തതിൽ നിങ്ങൾ എത്രമാത്രം അറിവ് നേടി, ഒരു വർഷത്തോളം അധ്യാപകൻ അല്ലെങ്കിൽ അധ്യാപിക വന്ന് നിങ്ങളെ പഠിപ്പിച്ചതിൽ ഈ ഒരു വർഷം കൊണ്ട് നിങ്ങൾ എന്ത് കരസ്ഥമാക്കി എന്നാണ് പൊതുവിദ്യാഭ്യാസ വകുപ്പ് അളക്കപ്പെടുന്നത്. ഈ ഒരു വർഷം കൊണ്ട് നിങ്ങൾ എത്ര അറിവ് നേടി, നിങ്ങൾ എത്ര പഠിച്ചു എന്നാണ് നിങ്ങളുടെ അവിടെ അളക്കപ്പെടുന്നത്. അങ്ങനെ വരുമ്പോൾ നിങ്ങളുടെ എന്തായാലും നമ്മൾ പരീക്ഷയാണ്, ഒരു പരീക്ഷയ്ക്ക് പോകുമ്പോൾ നമ്മൾ ഒന്നും അറിയാതെ എന്തായാലും പോവില്ല. നമ്മളെന്തായാലും കുറേയൊക്കെ പഠിച്ചിട്ടേ പോവുള്ളൂ. പ്രത്യേകിച്ച് ഒരു SLC പോലെയൊക്കെയുള്ള മെയിൻ SLC +2 പോലെയുള്ള മെയിൻ എക്സാമൊക്കെ ആകുമ്പോൾ നമ്മൾ കഴിവിൻ്റെ പരമാവധി നമ്മൾ എന്ത് ചെയ്യും? പഠിക്കുകയൊക്കെ ചെയ്യും. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് എന്ത് ചെയ്യുക? 2, 4 മാർക്കൊക്കെ കിട്ടിയാൽ ജയിക്കും. പക്ഷേ പ്രെഡിക്റ്റ് ചെയ്ത് വെക്കരുത്. എന്തായാലും നിങ്ങൾക്ക് എല്ലാ വിദ്യാർത്ഥികളും ജയിക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് പുതിയൊരു വീഡിയോ കാണുന്നവരെ മൈ നെയിം ഈസ് കരത്, ഫൗണ്ടർ ഓഫ് സ്ക്രൈബ് ഫോർ ദ കരിയർ ഗൈഡ് ആൻഡ് ടേക്ക് ഫോർ വാച്ചിങ്.